നമ്മൾ പ്രഗ്നൻസിയിൽ കാണുന്ന കുറച്ച് പ്രോബ്ലംസ്, അതിന്റെ ചെറിയ പൊടിക്കൈകൾ മതി, ഇതിനൊന്നും വലിയ മരുന്നുകൾ വേണ്ടതല്ല. ഈ സിംറ്റംസ് ഒക്കെ പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഫോർ എക്സാമ്പിൾ നോസിയ. ഈ നോസിയക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡ്രൈ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ നമ്മളുടെ മലര് വെറും വയറ്റിൽ കഴിക്കുക. ഈ നോസിയ ഒരു പരിധി വരെ കുറയും. പിന്നെ ഉള്ളത് വോമിറ്റിംഗ്. ഈ സമയത്ത് ഫസ്റ്റ് 4 months വരെ പ്രഗ്നൻസി പീരിയഡിൽ വോമിറ്റിംഗ് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ ടൈമിൽ ഇഷ്ടമില്ലാത്ത മണങ്ങൾ, ഫുഡുകൾ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാണ്ട് മലര് പൊടിച്ച് ഇരട്ടി വെള്ളം ചേർത്ത് തിളപ്പിച്ച് അത് ചൂടാറി കഴിയുമ്പോൾ അതിനകത്ത് പോമഗ്രാനൈറ്റ് ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ ഈ വോമിറ്റിങ്ങിന് നല്ലതാണ്. കുറച്ച് എനർജി വരാനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഗർഭിണികൾ പൊതുവെ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഗ്യാസിന്റെ ഇഷ്യൂസ്. വയറ് വല്ലാണ്ട് കമ്പിച്ചിരിക്കുകയാണ്, ദഹിക്കുന്നില്ല, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. ഇതിനു വേണ്ടി ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്ത് ഉപ്പ് ചേർത്ത് ഭക്ഷണത്തിന് മുമ്പായിട്ട് ചവയ്ക്കുക. അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് കുടിക്കുന്ന വെള്ളത്തിനകത്ത് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇത് രണ്ടും ഗ്യാസ് കുറയ്ക്കാനും ആ ഒരു കമ്പിച്ച ഫീലിംഗ് പോവാനായിട്ടും നല്ലതാണ്. പിന്നെ നമ്മൾ ഗർഭിണികളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് അസിഡിറ്റി. അത് മെയിൻലി കാണുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് 6 മാസം മുതൽ 9 മാസം വരെയാണ്. ഈ സമയത്ത് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക. ചെറിയ ചെറിയ മീൽസ് ആയിട്ട് കഴിക്കാൻ നോക്കുക. പാല്, ഉണക്കമുന്തിരിങ്ങ ജ്യൂസ്, ഇത് രണ്ടും അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കിടക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ ശ്രമിക്കുക.